സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നവരാത്രിയിൽ ദുർഗാപരമേശ്വരിയുടെ നവദുർഗാഭാവത്തിൽ ഇന്ന് 6ാമത്തെ ദിവസം കാത്യായനി ദേവിയായിട്ടാണ് ദേവിയുടെ ഭാവം. കാത്യായനി മഹാമായേ മഹായോഗ്യന്നതീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ ഗുരുദേ നമ. ഗോപശ്രീകളുടെ പ്രാർത്ഥനയാണത്. ഗോപശ്രീകൾ ഒക്കെ വളരെ അഹങ്കാരമായി. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന് നമ്മളോട് മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ളൊരു അഹങ്കാരം വന്നു. അഹങ്കാരപ്പോഴും അനർത്ഥത്തിനിടയാക്കും. ഭഗവാൻ മറഞ്ഞു. അപ്പോൾ ഇവർക്ക് വളരെ ദുഃഖമായിട്ട് ഇവർ കാത്യായനി വ്രതം എടുക്കുകയാണ്. ഭഗവാനെ നന്ദഗോപസുതനായ ഭഗവാനെ പതിയായി ലഭിക്കാൻ വേണ്ടി അവർ കാത്യായനി വ്രതം എടുക്കുകയും ആ കാത്യായനി വ്രതത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണ പരമാത്മാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. നന്ദഗോപസുതൻ ദേവി പതിം മേ ഗുരുദേ നമ. നന്ദഗോപസുതൻ നമുക്ക് പതിയായി വരണേ എന്നുള്ളതായിരുന്നു അവരുടെ പ്രാർത്ഥന. വ്രതം അവസാന ദിവസം ശ്രീകൃഷ്ണ പരമാത്മാവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കാത്യായനി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ദേവിയുടെ മെസ്സേജ് നമുക്ക് കിട്ടിയത് ഉമാദേവിയാണ്. ഉമാദേവിയുടെ മെസ്സേജ് എന്താണ്? മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കുന്നത് നിങ്ങളുടെ കടമയാണ്. വയസ്സായ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടത് മക്കളുടെ കടമയാണ്. ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമായൊരു സന്ദേശമാണ്. ഇന്ന് മാതാപിതാക്കളെയൊക്കെ വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചിട്ട് മക്കൾ ദൂരേക്ക് പോകണ ഒരു കാലമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാവണം. നിങ്ങൾ നിങ്ങളുടെ വയസ്സായ മാതാപിതാക്കളെ പരിപാലിക്കുന്നത് അവർക്ക് കാണണം. എന്നാൽ നാളെ അവരും നിങ്ങളെ വയസ്സായ കാലത്ത് അവർ പരിപാലിക്കാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം നിങ്ങളാണ് അവരുടെ മാതൃക. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ വയസ്സായ അച്ഛനമ്മമാർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ ഉമാദേവിയുടെ സന്ദേശം. അവരുടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ അനുഗ്രഹം വാങ്ങുക. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വളരെയധികം ഉയർച്ച നൽകുന്നതാണ്. അപ്പോൾ കാത്യായനി ദേവിയുടെയും ഉമാദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.